ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിന്റെ 113ാമത്തെ മെനു ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് 3 സ്പെഷ്യൽ റെസിപ്പീസ് ഉണ്ടാക്കിയിട്ട് സ്പെഷ്യൽ ഒന്നും പറയാനില്ല, നാടൻ ഈസി റെസിപ്പീസ്. ആദ്യത്തെ ഒരു പുളിശ്ശേരിയാണ്, കഷ്ണമൊന്നും ചേർക്കാത്തത്. പിന്നെ കുറച്ച് കൂട്ടുകറി, പിന്നെ കായ്പക്കയും കൊണ്ടുള്ള ഒരു സൂപ്പർ സ്പെഷ്യൽ മെഴുക്കുവരട്ടി. ഇതിൻ്റെ ഒപ്പം നമ്മുടെ അച്ചാറും പപ്പടവും ഒക്കെ വെച്ചിട്ട് നമ്മുടെ മീൽ റെഡി ആയിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ മീൽ ഐഡിയാസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ റെസിപ്പി പുളിശ്ശേരിയാണ്. ഇതൊരു സൂപ്പർ ഈസി റെസിപ്പിയാണ്. ഇപ്പം മീഡിയം ഫ്ലെയിമിൽ ഞാൻ പാനിൽ കടുകും ജീരകവും ഉലുവയും കൂടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചുവന്ന മുളകും കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് താളിച്ച് വരുമ്പോൾ അതിലേക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. സാധാരണ നോർമൽ റൂം ടെമ്പറേച്ചർ വാട്ടറാണ് ഞാൻ ആഡ് ചെയ്തത്. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്ത തൈര് ചേർത്ത് കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വെക്കാൻ ഓർക്കണം ഈ സ്റ്റേജിൽ. എന്നിട്ട് തൈര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് തിളയ്ക്കൊന്നും വേണ്ട, ചെറിയ തീയിലിട്ടിട്ട് തൈര് ഒന്ന് ചൂടാവുമ്പോൾ നമുക്കിത് അടുപ്പത്ത് നിന്ന് ഇറക്കാം. അപ്പോൾ തൈര് ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ യൂഷ്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് തൈര് എടുത്തിട്ട് കയ്യിന് മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ചൂടുണ്ടെങ്കിൽ അപ്പോൾ ഞാനത് ഓഫ് ചെയ്യും. അപ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ സൂപ്പർ ഈസി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത റെസിപ്പിയിലേക്ക് നമുക്ക് കിടക്കാം. അടുത്തതായിട്ട് ഉണ്ടാക്കിയത് കൂട്ടുകറിയാണ്. അപ്പോൾ ഇത് ഒരു പ്രഷർ കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ ഞാൻ കുറച്ച് ചേനയും കായയും ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പ്രഷർ കുക്ക് ചെയ്തെടുത്ത കടല ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മളൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുത്തതാണ്, എന്നാലും ഇതിലേക്ക് ആഡ് ചെയ്തൊന്ന് കുക്ക് ചെയ്യാം. ഇനി ചുവന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇത്ര എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കഷ്ണങ്ങൾ വേകാനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഒരു വിസിലിന് ഹൈ ഫ്ലെയിം അപ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു വിസിലിന് ഒരു വിസിൽ അടിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് പ്രഷറൊക്കെ റിലീസ് ചെയ്തതിന് ശേഷം ഞാൻ തുറന്നിട്ട് കുക്കർ തിരിച്ചും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയും ജീരകവും കൂടി കുറച്ച് റഫായിട്ട് അരച്ചെടുത്തത് ചേർത്ത് വെക്കുക. കൂട്ടുകറിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത് മാത്രം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചെറിയ തള വരുന്ന വരെ നമുക്ക് അടുപ്പത്ത് വെക്കാം. അപ്പൊ ഇതൊന്നും നന്നായിട്ട് തിളച്ച് വന്നിട്ട് ഇനി ഇതിലേക്ക് വറുത്തിടുക മാത്രമേ വേണ്ടൂ. അപ്പൊ ഞാനിതിൽ വെളിച്ചെണ്ണയിൽ കടുകും തേങ്ങയും കരിവേപ്പിലയും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. തേങ്ങ നന്നായി ചോന്ന് വരുന്ന വരെ വറുത്തെടുത്തിട്ടുണ്ട്. അത് ഇതിന്റെ മുകളിൽ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകറി റെഡിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുപ്പത്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത റെസിപ്പിയിലേക്ക് കിടക്കാം. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കയ്പക്കയും കൊണ്ടുള്ള അല്ലെങ്കിൽ പാവക്കയും കൊണ്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. അതിന് ഒരു ചീനച്ചട്ടി, ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് കയ്പക്ക ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കരിവേപ്പില, വെളിച്ചെണ്ണ ഇതൊക്കെ കൂടെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചെറിയുള്ളിയും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് നല്ല മുരിഞ്ഞ് വരുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് കായ്പയ്ക്ക് നന്നായി ചുവന്ന് മുരിഞ്ഞ് വരുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള സ്പെഷ്യൽ കായ്പയ്ക്ക മെഴുക്കുവരട്ടി റെഡി. അപ്പോൾ ഈ 3 റെസിപ്പീസും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.